കഴിഞ്ഞ 5 വർഷത്തിനിടെ ചാലക്കുടി മണ്ഡലത്തിൽ 1687 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. കൊടകര പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിലെ അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞത് 5 വർഷത്തിനിടെയുള്ള പ്രധാനപ്പെട്ട നേട്ടമായാണ് കാണുന്നതെന്ന് MLA പറഞ്ഞു. മണ്ഡലത്തിൽ മലയോര ഹൈവേ കടന്നുപോകുന്ന വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള 19.1 കിലോമീറ്റർ ദൂരത്തിലെ 80% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ജൽജീവൻ മിഷൻ പ്രകാരം ചാലക്കുടി മണ്ഡലത്തിലെ കാടുകുറ്റി, കൊരട്ടി, മേലൂർ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും പണികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. കോടശ്ശേരി, പരിയാരം, അതിരപ്പിള്ളി പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ 95% പൂർത്തിയാക്കി. കൊടകര പഞ്ചായത്തിൽ ജലവിതരണ പൈപ്പുകളുടെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും വരന്തരപ്പള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളിൽ സജ്ജമാക്കേണ്ട ജലസംഭരണിയുടെയും ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും പണികൾ പൂർത്തിയാക്കാത്തതിനാൽ കൊടകരയിലുള്ള ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങിയിട്ടില്ല. മണ്ഡലത്തിലെ ഒട്ടുമിക്ക റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചതായും ചില റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും MLA പറഞ്ഞു. കൊടകരയിലെ വഴിയമ്പലം മുതൽ മുരിയാട് വരെയുള്ള റോഡ് 10 കോടി ചെലവിൽ നവീകരണത്തിനുള്ള നടപടികൾ പൂർത്തിയായതായും സനീഷ് കുമാർ ജോസഫ് അറിയിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളും വലിയ പുരോഗതി കൈവരിക്കാൻ മണ്ഡലത്തിന് സാധിച്ചു. വൃത്തിഹീനമായി കിടക്കുന്ന കൊടകര, ചാലക്കുടി മേൽപ്പാലങ്ങളുടെ അടിവശം സൗന്ദര്യവൽക്കരിക്കാൻ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി വീതം അനുവദിച്ചിട്ടുള്ളതായും MLA അറിയിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK നൌഷാദ്, ട്രഷറർ ഡിനോ കൈനാടത്ത്, KV സുരേഷ്, ലോനപ്പൻ കടമ്പോട്, IR രാജൻ എന്നിവർ പ്രസംഗിച്ചു.